السلام عليكم ورحمة الله وبركاته. الحمد لله العلي الجليل والصلاة والسلام على نبيه الكريم الجميل وعلى آله وصحابه ذوي الفضل الجزيل. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا روح كل ولي الله خذ بيدي സുൽത്താന കുല്ലി ഖാതിബിൽ അലിസ്സമദി. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കട്ടെ. അവൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായി ജീവിച്ച് വിജയം വരിക്കാൻ നമുക്കും കുടുംബങ്ങൾക്കും മറ്റു ബന്ധപ്പെട്ടവർക്കും റഹ്മാൻ റഹീമായ തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹുവല്ലദീ ജഅലകും ഖലായിഫ ഫിൽ അർളി വറഫഅ ബഅദകും ഫൗക ബഅദിൻ ദറജാത് ലിയബ്ലുവകും ഫീമാ ആതാകും ഇന്ന റബ്ബക സരീഉൽ ഇഖാബ്. ബഹുമാന്യരായ ശൈഖുനാ സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് അസ്സയ്യിദ് അഹ്മദുൽ കബീറുൽ ഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഉറൂസിനോടനുബന്ധിച്ചുള്ള തഅലീമിലാണ് നാം ഉള്ളത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ വാക്കുകളിലൂടെ വിശാലമായ ആശയങ്ങൾ നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നു. അപ്പോൾ സുൽത്താനുൽ ആരിഫീൻ അസ്സയ്യിദ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു നമ്മെ കൂടുതൽ ചിന്തിപ്പിക്കേണ്ട ഒരു സംഭവത്തോടുകൂടെ ആരംഭിക്കാം. ഒരിക്കൽ അബ്ദുസ്സലാം എന്ന് പറയുന്ന ഒരു മഹാന് ഈ ശൈഖുന അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു തആല അൻഹുവുമായിട്ട് ഒരു വലിയ മഹാൻ കണ്ടുമുട്ടുവാനും സംസാരിക്കുവാനും വന്നപ്പോൾ അവരുമായിട്ടുള്ള ആ സംഭാഷണം, ദീർഘനേരത്തെ സംഭാഷണം, ഈ വന്ന മഹാൻ എന്ന് പറയുന്നത് ഒരുപാട് മുരീദന്മാരും ശിഷ്യന്മാരൊക്കെ ഉള്ള ഒരു വലിയ മഹാനാണ്. അപ്പോൾ ദീർഘസമയത്തെ സംഭാഷണങ്ങളും അവരുടെ സംഗമവും കഴിഞ്ഞ ശേഷം ഈ വന്ന മഹാന് സുൽത്താനുൽ ആരിഫീൻ സയ്യിദ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ജനങ്ങളുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ദീർഘമായൊരു സംഭവമാണ്, അതിൻ്റെ അവസാന ഭാഗത്തുള്ളൊരു സംസാരത്തിൻ്റെ ഭാഗമാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നാം അത് പോയിന്റ് ചെയ്യേണ്ടത് കാര്യമാണ്. എന്നാൽ എല്ലാവർക്കും എല്ലാ സമയത്തും ആ അവസ്ഥ ഉണ്ടാകണമെന്നും ഇല്ല. അപ്പൊ അതിന് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആരോടാ നമ്മൾ ചോദിക്കുന്നത്? നമ്മളെ സംബന്ധിച്ച്, സൃഷ്ടികളെ സംബന്ധിച്ച് അറിയാത്ത ആളോടാണോ? സൃഷ്ടികളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയാത്ത ആളോടല്ലല്ലോ ചോദിക്കേണ്ടത്. അതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിലും സൃഷ്ടികളെ മനസ്സിലാകാത്ത ആളോടാകണ്ടേ എന്നിങ്ങനെ ചില വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു മറുപടിയാണ് മഹാനവറുകൾ അവിടെ അദ്ദേഹത്തിന് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേക്കാൾ കൂടുതൽ നമ്മെ അറിയുന്നവൻ അല്ലാഹുവാണ്. അപ്പോ അല്ലാഹുവിനോട് ചോദിക്കണ്ട എന്നോ ചോദിക്കൽ തെറ്റാണെന്നോ ഇതിൽ നിന്ന് മനസ്സിലാക്കരുത്. കാരണം ചില സമയങ്ങളിലുള്ള നമ്മുടെ ഈ ചോദ്യങ്ങളും അള്ളാഹുവിനോട് ഇങ്ങനെ ആവർത്തിച്ചുള്ള ആവശ്യപ്പെടലുകളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ വിധിയിൽ നമുക്ക്
തൃപ്തി വരാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ തീരുമാനങ്ങളിൽ സംശയമുള്ളത് കൊണ്ടാണോ എന്ന് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന നിലക്കാകാൻ സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ല, വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അല്ലാഹുവിനെല്ലാം അറിയാം, പക്ഷെ നിങ്ങൾക്ക് യാതൊന്നും അറിയില്ല, നിങ്ങളൊന്നും അറിയില്ല. നിങ്ങൾ ഒരു പക്ഷേ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്ന, വിഷമകരമാണെന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്കൊരു പക്ഷെ നല്ലതായിരിക്കും. അതായിരിക്കും നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്. നിങ്ങൾ നല്ലതാണെന്ന് കരുതുന്നത് ഒരു പക്ഷെ നിങ്ങൾക്ക് ദോഷകരമായിരിക്കും എന്ന് പറഞ്ഞ ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെയൊക്കെ ശൈഖുന സയ്യിദ് മുഹമ്മദ് കമാലുദ്ദീൻ അൽ ഖാദിരി സൂഫി റളിയല്ലാഹു അൻഹു അവിടെ നിന്റെ സന്നിധിയിൽ വന്ന് വളരെയധികം വേവലാതികൾ പറയുന്ന പലരോടും പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്ന ഒരു ആയത്തും അതിൻ്റെ ആശയവുമാണ് ഇവിടെ നമുക്ക് ഓർക്കുവാനുള്ളത്. ശൈഖുന അങ്ങനെ പലരോടും പറഞ്ഞതായിട്ട് മൗലിദിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെടുന്നതിൽ സുൽത്താനുൽ ആരിഫീൻ സയ്യിദ് അഹ്മദ് കബീർ റിഫാഇ റളിയല്ലാഹു തആല അൻഹു ഒരു വലിയ ദർശനമാണ് നേരത്തെ പറഞ്ഞ വാചകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ സുൽത്താനുൽ ഔലിയ ശൈഖുന മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളും പറഞ്ഞത് കാണാം, റഫഅനി മുവാഫഖതി ലിൽ ഖദരി റഫഅനി ലിൽ ഖാദിർ. ഖദറിനോടുള്ള അല്ലാഹുവിൻ്റെ വിധിയോടുള്ള എൻ്റെ യോജിപ്പ്, അല്ലാഹുവിൻ്റെ തീരുമാനത്തോടുള്ള എൻ്റെ യോജിപ്പ് എന്നെ ഖാദിറായ അല്ലാഹുവിലേക്ക് ഉയർത്തി. അന അബ്ദുൽ ഖാദിർ, ഞാൻ ഖാദിറായ അല്ലാഹുവിൻ്റെ അടിമയാണെന്നാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ നമുക്ക് ഈ കാര്യത്തിൽ ഈമാൻ കാര്യങ്ങളിൽ ആറാമത് പറഞ്ഞ കാര്യമാണല്ലോ ഖൈറും ഷർറും. അള്ളാഹിൻ്റെ ഖദറിൽ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ള വിശ്വാസം, അത് വാസ്തവത്തിൽ ശരിക്കും നമുക്ക് രൂഢമൂലമാകണമെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ജ്ഞാനം ശരിയായ നിലക്ക് ലഭിച്ചേ മതിയാവും. ആരാണ് അള്ളാഹു എന്നും അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ എന്താണെന്നും നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഹൃദയത്തിന് ബോധ്യപ്പെടണം. അതാണല്ലേ ഹിക്കമിലെ മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത് കാണാം, അള്ളാഹു നിന്നെ തജ്രീദിൽ നിർത്തുമ്പോൾ നീ അസ്ബാബിൽ നിൽക്കാൻ ഉദ്ദേശിക്കല്, കാരണങ്ങളിൽ മാധ്യമങ്ങളിൽ നീ നിൽക്കാൻ ഉദ്ദേശിക്കല്. അതുപോലെ അള്ളാഹു നിന്നെ കാരണങ്ങളിൽ നിർത്തുമ്പോൾ നീ തജ്രീദിലാവാൻ ഉദ്ദേശിക്കല്. രണ്ടും എന്താണ്, ശരിയായ നിലയല്ല, അത് വളരെ മോശമാണ് എന്ന് അറിയിക്കുന്ന വാചകം ഹിക്കമിൽ നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം അസ്ബാബിൽ ഓരോ നമ്മുടെ ജീവിത ഉപാധികളിലായിട്ട് നമ്മൾ വെറുതെ വീട്ടിൽ കയറി ഇരുന്നാൽ ഒന്നും ചെയ്യാതെ അനങ്ങാതിരുന്നാൽ നമ്മുടെ സംഗതികളൊന്നും നടക്കൂല. ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ കൃഷി ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. എന്നാലാണ് നമുക്കും നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും മക്കളുടെയും ഒക്കെ ജീവിതം ശരിയായ നിലക്ക് പോകുള്ളൂ. അള്ളാഹു അതിലാണ് നിർത്തിയിരിക്കുന്നത്. ആ നിർത്തലിൽ നിന്ന് തെന്നി മാറി നീ വലിയ ആളായിട്ട് ഞാനെല്ലാം ഒഴിവാക്കിയിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കാം അല്ലെങ്കിൽ പള്ളി കയറി ഇരിക്കാം എന്നുള്ള നിന്റെ ചിന്ത ശരിയല്ല, ആ ഉദ്ദേശം ശരിയല്ല. അതുപോലെ അസ്ബാബുകളിൽ, കാരണങ്ങളിലും മാധ്യമങ്ങളിലും ഉപാധികളിലും നിർത്താതെ അള്ളാഹു തജ്രീദിൽ, അതിൽ നിന്നെല്ലാം നിന്റെ ഹൃദയത്തെ ഒഴിവാക്കി അള്ളാഹുവിൽ മാത്രമായിട്ട് നിർത്താൻ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ നീ കണ്ട കച്ചവടക്കാരുടെ പുറകെയും അല്ലെങ്കിൽ കൃഷിയുടെ പുറകെയും മറ്റുള്ള കാര്യങ്ങളുടെ പുറകെയും പോകുമ്പോൾ അതും ശരിയായ നടപടിയല്ല. അപ്പൊ ചോദിക്കുക, ഇതെങ്ങനെയാണ് നമ്മൾ അറിയുക? എന്നെ ഇപ്പൊ തജ്രീദിലാണ് അല്ലെങ്കിൽ എന്നെ അസ്ബാബിലാണ് നിർത്തിയിരിക്കുന്നത്, എങ്ങനെ അറിയുക? അത് നിനക്ക് ഇഷാറത്ത് കിട്ടും. നീ ഒരു ശൈഖിന്റെ ശരിയായ മുരീദാണെങ്കിലും നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നീ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല പരിപാടികളും നോക്കുന്നുണ്ട്. ഒരു ബിസിനസ് ചെയ്തു, അത് പൊളിഞ്ഞു. ഒറ്റയ്ക്ക് ബിസിനസ് പലതും ചെയ്തിട്ട് പൊളിഞ്ഞു. എന്നാൽ ഷെയർ കൂടി ബിസിനസ് ചെയ്യാൻ നോക്കി, അതും പൊളിഞ്ഞു പോവുക. ഒരു കച്ചവടവും ഒരു ഇടപാടവും നടക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, കുറച്ച് വാഴക്കൃഷി ചെയ്യാമെന്നൊരു കുറേ നേന്ത്രവാഴയൊക്കെ വാങ്ങി ഒരാളുടെ കുറച്ച് പറമ്പൊക്കെ നോക്കിയിട്ട് അതിനകത്ത് വാഴ വെച്ചു. അതും എന്തായിട്ടില്ല, വിജയിക്കുന്നില്ല. കാറ്റടിച്ച് മഴക്കാലത്തെല്ലാം പോയി,
തകർന്നു പോയി, അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ പോയി. എന്നാൽ പിന്നെ കോഴിക്കൃഷി ചെയ്യുക, കോഴിയുടെ ഇടപാട്, കോഴിക്കട നടത്താന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കി, അതും ക്ലച്ച് പിടിക്കുന്നത്. എന്ത് ചെയ്താലും ഒന്നും എന്ത് ചെയ്യുന്നില്ല, എവിടെ എത്തണില്ല. അപ്പം മനസ്സിലാക്കുക നമ്മൾ അസ്ബാബിലല്ല, ഉള്ള തജീരീതിൽ നിർത്തിയേക്കണം. അപ്പോൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കുക. അതേ സമയത്ത് അസ്ബാബിലാണെങ്കിൽ എന്ത് ചെയ്താലും ചെയ്യാൻ ഒരുങ്ങിയത് അപ്പം തന്നെ ഒന്ന് നല്ലോണം കിട്ടുന്നുണ്ട്, അടിക്കറിയാനില്ല, അടിച്ച് കയറിക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് നീ പള്ളി കയറി അല്ലെങ്കിൽ വീട്ടിൽ കയറിച്ചുമ്പോൾ അങ്ങനെ ഇരിക്കാം, മുഷാദിരിക്കാനും പറഞ്ഞ് പോയിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. കാരണം അവിടെ അള്ളാഹുവിനെ അസ്ബാബിലാണ് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ചില അടയാളങ്ങളിലൂടെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ നിന്റെ ശൈഖിൽ നിന്നുള്ള, നമ്മുടെ ശൈഖിൽ നിന്നുള്ള ഇഷാറത്തിലൂടെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ ശൈഖ് നേരിട്ട് പറയും. അതനുസരിച്ച് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. മനസ്സിലാവുക. അപ്പോൾ ഔസുല്ലാദം തങ്ങൾ, അതുപോലെ തന്നെ റിഫായി തങ്ങൾ, ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി എന്ന് വേണ്ട മഹാന്മാരെല്ലാവരും ആ രീതിയിലാണ് നമ്മുടെ ഹൃദയത്തെ കൊണ്ടുപോകുവാൻ ഉത്ബോധിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതം അപ്പോഴാണ് എന്ത് ചെയ്യുക, ശരിയായ നിലക്കാവുക. അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹു ഇങ്ങോട്ട് സ്നേഹിക്കണമെങ്കിൽ അള്ളാഹുവിനെ അങ്ങേറ്റം സ്നേഹിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഉസ്താദ് തസറുഫാത്തിന്റെ കാര്യം പറഞ്ഞു, വലിയൊരു കാര്യമാണ്. മഹാനായ സുൽത്താൻ ആരിഫീൻ സയ്യിദ് അഹ്മദ് കബീർ റിഫായി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഒരു അടിമ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ സ്നേഹിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ, സ്നേഹിച്ചാൽ, സർറഫഹു ഫീ ജമീഇ മംലകതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്ത് ചെയ്യും, അല്ലാഹുവിന്റെ സർവ ഉടമസ്ഥതയുള്ള കാര്യങ്ങളിലും സർവ അധികാരങ്ങളിലും വിഷയങ്ങളിലും കൈകാര്യം ചെയ്യാൻ അള്ളാഹു അവന് നിയോഗിക്കുന്ന ക്രയവിക്രയത്തിൽ. അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടണം. തന്നെയുമല്ല വഅത്ലഅഹു അലാ മാ ശാഅ മിൻ ഉലൂമിൽ ഗൈബ്, അള്ളാഹു ഉദ്ദേശിച്ചത്ര അതീന്ദ്ര ജ്ഞാനങ്ങളും അള്ളാഹു അവൻ അറിയിച്ചു കൊടുക്കും. അങ്ങനെ ഇന്നല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ അഹബ്ബ അബ്ദൻ സർറഫഹു ഫീ ജമീഇ മംലകതിഹി, അള്ളാഹു അവന് സർവ്വ അധികാരം കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അബ്ദിന് എന്ത് ചെയ്യാൻ പറ്റും, അവൻ ഇഷ്ടമുള്ളതുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റും ദുനിയാവിൽ. അതുപോലെ അള്ളാഹു അവൻ്റെ അതീന്ദ്രിയ ജ്ഞാനങ്ങളിൽ നിന്ന് അള്ളാഹ് എന്താണോ ഉദ്ദേശിച്ചത് മുഴുവൻ അവൻ എന്ത് ചെയ്യും. ഇപ്പോൾ സാധാരണ ഉള്ള ആളുകൾക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ അബ്ദിന് അറിയാൻ പറ്റും. ഇതിങ്ങനെ മഹാൻ പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, ഒരു സംഭവത്തോടനുബന്ധിച്ച് അതേതാണ് വിഷയം പറഞ്ഞു, വലിയൊരു സംഭവമാണത്. അപ്പോൾ മഹാൻ അവർക്ക് പറഞ്ഞത്, അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, തഫദ്ദലു അലയ്യ ബിദലീലിൻ അലാ ദാലിക്. സംഗതി ശരിയാണ്, സുൽത്താൻ ആരിഫീന പറഞ്ഞതെങ്കിലും ഒരു ശ്രോതാവ് പറഞ്ഞ അതിന് പ്രമാണം വല്ലതുണ്ട്, ഈ പറഞ്ഞതിന് തെളിവുണ്ടോ, ഇങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് തെളിവുണ്ടെങ്കിൽ കിട്ടിയാൽ കൊള്ളായിരുന്നു. അവൻ മഹാനായ സയ്യിദ് അഹ്മദ് കബീർ റിഫായി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, അതിന് തെളിവെന്താ, ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, നമുക്കെല്ലാം സുപരിചിതമാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിലി ഹത്താ ഉഹിബ്ബഹു. അതെ, ഒരടിമ എന്നിലേക്ക് ഐച്ഛികമായ കാര്യങ്ങൾ കൊണ്ട് അടുത്തുകൊണ്ടേയിരിക്കും. ഖുർബിയത്ത്, അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക്, അള്ളാഹുവിലേക്ക് ഐച്ഛികമായ കാര്യങ്ങൾ കൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. സുന്നത്തായ കാര്യങ്ങൾ എന്ന് പറയാൻ കാരണം മറ്റത് ബാധ്യത ചെയ്തേ പറ്റൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ ഒരാളെ പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണിയെടുക്കുന്ന നമുക്കൊരു 10 തെങ്ങുണ്ടെന്ന് വിചാരിക്കുക. ഉച്ചവരെ ആ 10 തെങ്ങിന് തടയെടുത്ത് വളയിട്ട് കഴിഞ്ഞാൽ ഇത്ര രൂപക്ക് എന്ത് ചെയ്ത് 1000 രൂപ തരാമെന്ന്, ഉദാഹരണത്തിന് 1000 രൂപക്ക് നമ്മൾ എന്ത് ചെയ്ത് ഉറപ്പിച്ച ആൾ എന്ത് ചെയ്യാണ്, അയാളെ ഏൽപ്പിച്ചു. അപ്പോൾ അയാൾക്ക് ബാധ്യതയാണ്, അതിനാ എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞ 1000 രൂപ കൊടുക്കുകയും ചെയ്യും, അയാളുടെ ബാധ്യതയാണ്. എന്നാൽ ഈ വന്ന പണിക്കാരൻ, ഈ തൊഴിലാളി, അത് മലയാളിയാകട്ടെ ബംഗാളിയാകട്ടെ ആരാണെങ്കിലും ആ തൊഴിലാളി സന്മനസ്സുള്ളവനായതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, ആ തെങ്ങിൻ്റെ അപ്പുറം നിന്ന് ആ 10 വാഴ ഉണ്ടായിരുന്നു, ആ വാഴയുടെ തോടും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തു. അല്ലെങ്കിൽ തെങ്ങുമ്മ കയറി അതിലെ ആ ഈ തെങ്ങിൻ്റെ മണ്ടയിലുണ്ടായിരുന്ന ചപ്പ് ചവറുകളൊക്കെ നീക്കി അതുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്തു. അവനെന്തായിട്ടില്ല, ഈ ബാധ്യത മാത്രം നോക്കിയില്ല, 1000 രൂപക്കുള്ള പണിയുടെ മാത്രമല്ല അതിന് പുറമെ ഏതെങ്കിലും നോക്കി. അപ്പോൾ നമ്മുടെ മനോഗതി എന്തായിരിക്കും, സാധാരണഗതിയിൽ അയാളോട് അടുപ്പം കൂടുതൽ തോന്നില്ല.
അതാണ് ലാ യതഖറബു ഇലയ്യ ബിൻ നവാഫിലി വലാ യസാലു യതഖറബു ഇലയ്യ ബിൻ നവാഫിലി. ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് എന്നിലേക്ക് എന്ത് ചെയ്യും, എൻ്റെ അബുദ് അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അടുത്ത് വരുമ്പോൾ ഞാൻ അവനെ എന്ത് ചെയ്യും, സ്നേഹിക്കും, ഞാൻ അവനെ ഇഷ്ടപ്പെടും. ഞാനങ്ങ് അവനെ ഇഷ്ടപ്പെട്ടാലോ അവൻ കേൾക്കുന്ന ചെവിയും അവൻ കാണുന്ന കണ്ണും അവൻ പിടിക്കുന്ന കൈയും നടക്കുന്ന കാലം എല്ലാം മൊത്തവും മുഴുവൻ ഞാനായി തീരും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, എന്നിട്ട് പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അബുദിനോടൊപ്പം ആവുകയാണെങ്കിൽ അതും അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അള്ളാഹു ഒരു അബുദിനോടൊപ്പം ആണെന്ന് പറഞ്ഞാൽ പിന്നെ അബുദിന് നടക്കാത്ത സംഗതിയല്ല ഉണ്ടാവുക. അത് അള്ളാഹുവിന്റെ എന്താണ്? അപ്പൊ സാരക അന്നഹു സിഫത്തും മിൻ സിഫാത്തിഹി, അള്ളാഹുവിന്റെ ഒരു വിശേഷണം പോലെയായി തീരുവാണ് അവിടെ. അങ്ങനെ വരുമ്പോ അവന് നടക്കാത്ത സാധിക്കാത്ത യാതൊരു കാര്യം ഉണ്ടാവില്ല. അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ. അല്ലാഹ് എന്താ പറഞ്ഞത്? വഹുവല്ലദീ ജഅലകും ഖലായിഫ ഫിൽ അർള് വറഫഅ ബഅദകും ഫൗക ബഅദിൻ ദറജാത്ത് ലിയബ്ലുവകും ഫീമാ ആതാകും ഇന്ന റബ്ബക സരീഉൽ ഇഖാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഭൂമിയിൽ എന്താക്കിയിരിക്കുകയാണ്? പ്രതിനിധികളാക്കിയിരിക്കുകയാണ്. മനുഷ്യർ അള്ളാഹുവിൻ്റെ ഈ ഭൂലോകത്തുള്ള പ്രതിനിധികളാണ്. നിങ്ങളിൽ ചിലരെ മറ്റു ചിലരേക്കാൾ പദവികളിൽ ഉയർത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എബുലോക്കും ഫീമ ആതാക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങളിന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ രക്ഷിതാവ് ശിക്ഷ വേഗത കൂടിയവനാണ്. എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ മതി, സൂക്ഷിച്ചില്ലെങ്കിൽ. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളിൽ നിന്ന് ചിലർക്ക് പകരമാക്കുന്നു, പ്രതിനിധിയാക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധികളാക്കുന്നു. എന്തിനു വേണ്ടി? തതസറഫൂന ഫീഹാ ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം, അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടെ ഭൂലോകത്ത് നിങ്ങൾ ക്രയവിക്രയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് നേരത്തെ റിഫായി ശൈഖ് റളിയല്ലാഹുവിന്റെ വാചകവും പറഞ്ഞു, ഇന്നല്ലാഹ തആല ഇദാ അഹബ്ബ അബ്ദൻ സർറഫഹു ഫീ ജമീ മംലകതിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ പ്രതിനിധിയാക്കി അള്ളാഹ് നിശ്ചയിക്കുന്ന. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു ഈ ഭൂലോകത്ത് അവന്റെ പ്രതിനിധിയാക്കി കളയും. അപ്പോൾ അവന് ഈ ലോകത്തുള്ള സർവ്വതിലും കൈകാര്യം ചെയ്യാൻ കഴിയും. എന്നിട്ട് പറഞ്ഞു, സ്ഥാനത്തിലും അതുപോലെ തന്നെ ശക്തിയിലും അറിവുകളിലും കർമ്മങ്ങളിലും ഇഖ്ലാസിലും മഅരിഫത്തുകളിലും ഒക്കെ നിങ്ങളിൽ ചിലരേക്കാൾ ഉയർത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരേ നിലവാരമല്ല, ഒരേ നിലക്കുള്ള ജ്ഞാനങ്ങളല്ല. ജ്ഞാനങ്ങളിൽ എല്ലാവരും തുല്യരായിക്കൊള്ളണമെന്നില്ല. അടിമകളുടെ ഇടയിൽ ഏറ്റവും വ്യത്യാസം ഈ വിഷയങ്ങളിൽ അള്ളാഹു നൽകിയിട്ടുണ്ട്. പ്രവാചകന്മാർ, അടിമകളിൽ ഉത്തമരായ പ്രവാചകന്മാരെ തന്നെ എല്ലാവരെയും ഒരേ ഗ്രേഡിലല്ല അള്ളാഹു നിശ്ചയിച്ചതില്ല. വതിൽക റുസുലു ഫളൽനാ ബഅദുഹും അലാ ബഅദ് എന്നല്ല പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ? യബ്ലുവകും ഫീമാ ആതാകും, നിങ്ങൾ അള്ളാഹുവിന് എത്രത്തോളം ഈ അനുഗ്രഹങ്ങൾ, ഇത് വലിയൊരു അനുഗ്രഹമാണ്, ഈ അനുഗ്രഹം ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ എത്രത്തോളം ശുക്ർ ചെയ്യുന്നു എന്ന് പരീക്ഷിക്കാനാണ്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉടമപ്പെടുത്തി തന്ന ഖിലാഫത്ത്, ആ പ്രാതിനിധ്യം, അതിലുള്ള നിങ്ങളുടെ കർമ്മങ്ങൾ, അതിലുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതിലുള്ള നിങ്ങളുടെ ആ നിലവാരങ്ങളും നിലപാടുകളും എങ്ങനെയാണ് എന്നൊക്കെ പരീക്ഷിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നവൻ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് ചെയ്യുന്നവനോട് പെട്ടെന്ന് ശിക്ഷ നൽകുന്നവനാണ്. ലിമൻ കഫറനെയാണ് ഒന്നുകിൽ ഇമ്മാ ഫിദ്ദുന്യ, ദുനിയാവിൽ വെച്ച് തന്നെ എന്ത് ചെയ്യും? ശിക്ഷ കൊടുത്തേക്കാം. എന്നിട്ട് പറയുന്നു ഇന്നഹു ലഗഫൂറുർ റഹീം. പക്ഷേ എങ്കിലും അള്ളാഹ് എന്താണ്? ഗഫൂറുർ റഹീമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് പൊറുക്കുകയും ചെയ്യും. കരുണാവാരിധിയാണ്. അള്ളാഹിന്റെ നിയമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്നവനും അവനെ വേണ്ട വിധത്തിൽ വിശ്വസിക്കുന്നവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കലുകൊണ്ട് വിധേയപ്പെടലുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുകയും കരുണ ചെയ്യുന്നവനുമാണ്. അപ്പൊ ഇവിടെ എന്താക്കി? അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെടുത്തുകയും പ്രതീക്ഷിപ്പിക്കുകയും ചെയ്തിട്ട് സരീഉൽ ഇഖാബ് പറഞ്ഞിട്ട് അല്ലാഹു എന്ത് ചെയ്തു? ഭീഷണിയാണ്, മര്യാദക്ക് നിന്നോളണം. എന്നാൽ ഗഫൂറുർ റഹീം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതീക്ഷയ്ക്ക് വകയെ നൽകുന്നുണ്ട്. എന്തിനു വേണ്ടി? ഒരു അടിമ
അള്ളാഹുവിൻ്റെ അബദ് രണ്ടും ഒരുമിച്ച് കൂട്ടുന്നവനാകാം. രണ്ടും ഉണ്ടാകണം. ഖൗഫ് ഉണ്ടാകണം, റജാവ് ഉണ്ടാകണം. ഈ ഖൗഫ് റജ എന്ന് പറയുന്നത് ഈമാൻ എന്ന ആ മുഅ്മിനീങ്ങളാകുന്ന അവസ്ഥയിലുള്ള ആ ഖൗഫ് റജ എന്ന ആ സംഭവം, അത് നമ്മുടെ ആന്തരികമായ അവസ്ഥാ മാറ്റങ്ങൾക്ക് അനുസൃതമായ പേര് മാറിക്കൊണ്ടുവരും. ഖൗഫ് റജ എന്നുള്ളത് നമ്മൾ ഒരു പടിയും കൂടി ആത്മീയമായിട്ട് ഉയരുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ അതിന് ഖബുൽ ബസ്ത് എന്ന് പറയും. ഖബുൽ ബസ്ത്. അതുപോലെ ഏറ്റവും അവസാനത്തിലെത്തുമ്പോൾ അതിന് പറയുന്ന ജലാൽ ജമാൽ എന്ന, ജലാലിയത്ത് ജമാലിയത്ത് എന്ന, അല്ലേ? അഹദിയത്തിൽ നിന്ന് ഉറവായൊരുത്തെ അമ്പാൽ ജലാലും ജമാൽ ഉത്ഭവത്തെ. അപ്പൊ ഹക്കിന്റെ ജലാലിയത്ത് ജമാലിയത്ത് അതിലേക്ക് ഒരുമിരിക്കട്ടെ. ഇതിന്റെ സൂചനാർത്ഥത്തിൽ മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കുന്നു, മിൻ ശർഫിഹാദൽ ആദമിയൻ ജാലു ഖലീഫത്തൻ അൻഹു ഫീ മുൽക്കിഹി യതസറഫു ഫീഹി ബിനിയാബത്തിഹി അൻഹു. വളരെയധികം മനസ്സിലാക്കണം. എന്താണ് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന് ചെയ്ത, മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ പോരിശകളിൽ പെട്ടതാണ് അള്ളാഹു അവന്റെ അധികാരത്തിൽ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ പ്രതിനിധിയാക്കി എന്നുള്ളത്. അവൻ ഇവിടെ എന്ത് ചെയ്യും? അള്ളാഹുവിന് പകരമായിട്ട് ഈ ലോകത്ത് കൈകാര്യകർത്തൃത്വങ്ങൾ നടത്തും. എന്നിട്ടോ ഈ കൈകാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെയും ഹിമ്മത്തുകളുടെ, മനക്കരുത്തുകളുടെ നില അനുസരിച്ച്, അളവനുസരിച്ച് അതിന് ഏറ്റവും വ്യത്യാസം ഉണ്ടാകാം. ഏറ്റവും ഉയർന്ന ഹിമ്മത്തുള്ളവരുടെ കൈകാര്യമായ ശക്തി കൂടിയതും വ്യാപനം അധികരിച്ചതുമായിരിക്കാം, അതിനേക്കാൾ അല്പം കുറഞ്ഞ് ആ രീതിയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ അതാ പറയുന്നത്, ഫബി ഖദ്രി മാ തർതഫിഉൽ ഹിമ്മത്തു അൻ ഹാദൽ ആലമി യഖൂലു റൂഹി യതസറഫു ഫീ ഹാദൽ വുജൂദ്. എന്താ ഹിമ്മത്തിന്റെ ഉയർച്ച അനുസരിച്ച് എന്തിനെ തൊട്ട് ഉയരുക? ഈ ലോകത്തെ തൊട്ട്. ഈ ലോകം എന്ന് പറഞ്ഞ കസറത്താവുന്ന ഈ കൗനിയായ പ്രാപഞ്ചികമായ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ മനക്കരുത്ത് എത്രത്തോളം ഉയർന്നിട്ടുണ്ടോ ആ ഉയർച്ചയുടെ നില അനുസരിച്ച് ആത്മാവിൽ എന്ത് ചെയ്യും? ഈ വുജൂദിലുള്ള കൈകാര്യം ഉണ്ടാവുമെന്ന്. ഈ വുജൂദിന്റെ എല്ലാ മേഖലകളിലും കൈകാര്യം എന്ത് ചെയ്യും? വളരെ ഉന്നതമായ നിലയിലുണ്ടാവും. അപ്പൊ നോക്കൂ, പൊതുജനങ്ങളാവുന്ന ആളുകൾ ഫൽആമു ഇന്നമാ യതസറഫൂന ഫീമാ മല്ലകഹുമുല്ലാഹു മിനൽ അംലാക്കിൽ ഹസ്സിയ. സാധാരണ പൊതുവായ ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യക്ഷമായി മിൽക്കാക്കി കൊടുത്ത സാധാരണ വിഷയങ്ങളിൽ അവരെന്ത് ചെയ്യും? കൈകാര്യം ചെയ്യും. അവർക്കുള്ള വീടുകളിൽ, അവർക്കുള്ള പറമ്പുകളിൽ, കൃഷിയിലും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ. എന്നാൽ പ്രത്യേകക്കാരായ ആളുകൾ യതസറഫൂന ബിൽ ഹിമ്മത്തി ഫിൽ വുജൂദി ബി അസ്ലിഹി, അവരെക്കാൾ ഒരുപടി ഉയർന്ന പ്രത്യേകക്കാരായ മഹാരഥന്മാരായ ആളുകൾ വുജൂദിൽ മൊത്തവും അവരെന്ത് ചെയ്യും? കൈകാര്യം ചെയ്യും. അവരടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു മേഖലയും ഒരു സംഗതിയും ഈ ലോകത്തുണ്ടാവില്ല. എന്നാ ഹവാസുൽ ഹവാസി യതസറഫൂന ബില്ലാഹി, അതിവിശിഷ്ടരായ ആളുകൾ, ഈ ഹവാസിനേക്കാളും ഉയർന്ന ആളുകൾ, അവരുടെ കൈകാര്യം എങ്ങനെ? അള്ളാഹിനെ കൊണ്ടാണ്. അവരുടെ കൈകാര്യം അള്ളാഹുവിനെ കൊണ്ടാണ്. അവരുടെ കാര്യം അള്ളാഹിന്റെ കാര്യം കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനോട് കുൻ എന്ന് പറഞ്ഞാൽ അവരുടെ സംഗതി എന്ത് ചെയ്യും? ഉണ്ടാവും. ഇല്ല, മഹാരഥന്മാരായ ഔലിയാക്കളുടെ, ഒരുപാട് മഹാരഥന്മാരുടെ ചരിത്രങ്ങളിൽ എങ്ങനെ കാണാം? അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാം. നമ്മൾ ഒരുപാട് കേട്ടതാണ് സംഭവങ്ങളൊക്കെ. അള്ളാഹിന്റെ അനുവാദത്തോടു കൂടി തന്നെ, അതും അള്ളാഹുവിന്റെ സാബിഖായ അറിവും തീരുമാനവും പ്രകാരമാണ്. അള്ളാഹുവിന്റെ അറിവിൽ മുൻകടന്ന പ്രകാരം, അള്ളാഹുവിന്റെ മുൻകടന്ന തീരുമാന പ്രകാരം, അള്ളാഹുവിന്റെ അനുമതിയോട് കൂടെയാണ് ഒരു വസ്തുവിനോട് ഇല്ലാത്ത ഒന്നിനോട് കൂൻ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ സമ്പടം ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖിലാഫത്ത് ഇവനിൽ ഉള്ളത് കൊണ്ടാണ്. പൂർണ്ണമായ നിലക്കും ഈ ഏറ്റവും അതിവിശിഷ്ടരായ ആളുകളിലുണ്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല്, സൃഷ്ടികളോടൊപ്പം നിലനിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവനെപ്പോഴും സൃഷ്ടികളോടൊപ്പം. അവനെന്തായിരിക്കും? കാന മഹ്ബൂസം മഅഹാ, അവൻ ആ സൃഷ്ടികളോടൊപ്പം തടവിലാക്കപ്പെട്ടവനായിരിക്കും. അന്ത മഅൽ അക്വാനി മാലം തഷ്ഹദിൽ മുകവ്വിൻ. ഹിക്കമിൽ കാണാം, നീ സൃഷ്ടികളോടൊപ്പമാണ് എപ്പോഴും. മാലം തഷ്ഹദിൽ മുകവ്വിന, നീ മുകവ്വിനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശുഹൂദ് ചെയ്യാത്തിടത്തോളം കാലം, ദർശിക്കാത്തിടത്തോളം കാലം നീ ആരോടൊപ്പമാണ്? സൃഷ്ടികളോടൊപ്പമാണ്. അതാ പറഞ്ഞത് മഹാന്മാരോട് പറയുന്നു, ആരെങ്കിലും സൃഷ്ടികളോടൊപ്പം
ദർശനത്തിലും ആവശ്യകതയിലും സൃഷ്ടികളോടൊപ്പമാകുന്നു എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും സൃഷ്ടികളിലൂടെയാണ് അവൻ എന്ത് ചെയ്യുന്നത്, കാണുന്നത്, നടക്കുന്നത്, കാണുന്നതും ആവശ്യങ്ങൾ നിറവേറ്റുന്നതും ഒക്കെയും സൃഷ്ടികളിലൂടെയാണ് എങ്കിൽ അവൻ ആ സൃഷ്ടികളോടൊപ്പം തടവിലാക്കപ്പെട്ടവനാണ്. അതേസമയത്ത് വമൻകാന മുകവ്വിനി കാനത്തിൽ അക്വാനു മഅഹു ഉണ്ടാ. അതേ സമയത്ത് അവൻ സൃഷ്ടാവിനോട് കൂടെയാണെങ്കിലോ, ഒരാള് സൃഷ്ടാവിനോട് കൂടെ ആവുക എന്ന് പറഞ്ഞാൽ ആന്തരികമായി, ഹൃദയകമായി, ആത്മീയമായി അവൻ്റെ ഹൃദയത്തിൽ നിന്നൊരു സെക്കൻഡ് പോലും അള്ളാഹുവിൻ്റെ ചിന്ത പോകുന്നില്ല. സദാസമയത്തും അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ എല്ലാം അള്ളാഹുവിൻ്റെ ഓരോ തജല്ലിയാത്തുകൾ, അവൻ്റെ അസ്മാ സിഫാത്തുകൾ, നാമവിശേഷണങ്ങളുടെ പ്രത്യക്ഷതകളും പ്രകടനങ്ങളുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ളിൽ അള്ളാഹുവിനെ മാത്രം കാണുന്ന, അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കാനത്തിൽ അക്വാനും മഅഹു, സർവ്വ സൃഷ്ടികളും എന്താവും, അവനോടൊപ്പാവും, എല്ലാം അവൻ്റെ പുറകെ വരും. പിന്നെ അവൻ സൃഷ്ടികളോടൊപ്പം എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സൃഷ്ടികളെ തേടിയിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാനത്തിൽ അക്വാനും മഅഹു തന്നെയല്ലേ യതസറഫു ഫിഹാ ബിഇذനില്ലാഹി ഖലീഫത്തൻ ഫിഹാ. കണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലീഫയായിട്ട്, അവൻ്റെ പ്രതിനിധിയായിട്ട് എന്ത് ചെയ്യും, ഈ സൃഷ്ടികളിൽ അവൻ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഈ ഖുർആനിക ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാർ നമ്മെ പരിചയപ്പെടുത്തുന്നുവെങ്കിൽ അത് തന്നെയാണ് ആര് പറഞ്ഞു, സുൽത്താനുൽ ആരിഫീൻ അസ്സയ്യിദ് അഹ്മദുൽ കബീർ അർ-റിഫാഇ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തന്നു. എന്ത് പറഞ്ഞു തന്നു? ഇന്നല്ലാഹ തആല ഇദാ ഹബ്ബ അബ്ദൻ സറഫഹു ഫി ജമീഇ മംലകതിഹി. അവൻ്റെ മുഴുവൻ കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഴുവൻ വിഷയങ്ങളിലും, മുഴുവൻ അധീനതകളിലും, മുഴുവൻ അധികാരങ്ങളിലും കൈകാര്യം ചെയ്യാൻ എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുമെന്ന് പറഞ്ഞു. അപ്പം അതിന് തെളിവ് ചോദിച്ചപ്പോഴാണല്ലോ ആ ഖുദ്സിയായ ഹദീസ് മഹാനവറുകൾ പറഞ്ഞു കൊടുത്തത്. അള്ളാഹുവിനെല്ലാം ആയിക്കഴിഞ്ഞാൽ, അള്ളാഹ് കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ ഇല്ലേ, അന്തമാൽ അക്വാനി മാലം തശ്ഹീൽ മുകവ്വിന ഫിൻ ഷഹിത്തൽ മുകവ്വിന കാനത്തൽ അക്വാനു മഅക. അതേ സമയത്ത് മുകവ്വിനായ അള്ളാഹുവിനെ ദർശിക്കുന്നു, സൃഷ്ടാവായ അള്ളാഹുവിനെ എത്തിക്കുന്നു, കാണുന്നു, അനുഭവിക്കുന്നുവെങ്കിൽ സർവ്വ സൃഷ്ടികളും നിന്നോടൊപ്പമാകും എന്ന് പറയുമ്പോൾ ഇവിടെ ഖിലാഫത്ത് വളരെ വ്യക്തമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം നമ്മിൽ നിന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ ശരിയായ നിലയ്ക്ക് വിലയിരുത്തുമ്പോൾ മനുഷ്യൻ ആരാണ്, എന്താണ്, എങ്ങനെയാണ്, വിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് പറഞ്ഞത് വലഖദ് കറംനാ ബനി ആദം, ബനു ആദമിനെ, മനുഷ്യ മക്കളെ നാം ആദരിച്ചു എന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണവും അതാണ്. ഇനി നോക്കൂ, മഹാനായ സുൽത്താനുൽ ആരിഫീൻ റളിയല്ലാഹു അൻഹു മറ്റൊരു വാചകം പറയുന്നു, മനിസ്തഗല ബിമാലായ. നമുക്ക് ഇതൊക്കെ തിരിയാത്തതിൻ്റെ കാരണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സംഗതിയിൽ നമ്മൾ സാധാരണ രീതിയിലുള്ളവരല്ല. നമുക്ക് ത്വരീഖത്തുണ്ട്, ശൈഖുണ്ട്, കാലങ്ങളായിട്ട് നമ്മൾ ത്വരീഖത്തിലാണ്. എന്നാൽ തന്നെയും പലപ്പോഴും പല സമയങ്ങളിലും ചില കാര്യങ്ങൾ നമുക്ക് എന്താക്കാൻ കഴിയുന്നില്ല, ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ്? അത് ഈ വാചകത്തിൽ നിന്ന് സുൽത്താനുൽ ആരിഫീൻ അസ്സയ്യിദ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകം നമുക്കതിന് പാഠമാകേണ്ടതുണ്ട്. മഹാൻ പറഞ്ഞു, മനിസ്തഗല ബിമാ ലാ യഅനീഹി ഫാതഹു മാ യഅനീഹിന. എന്താ പറഞ്ഞത്? മനിസ്തഗല ബിമാ ലാ യഅനീഹി. ഒരുത്തൻ അവൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ വ്യാപൃതനായാൽ, ആവശ്യമില്ലാത്ത കാര്യം കൊണ്ട് ഒരുത്തൻ ജോലിയായാൽ, ഫാത മാ യഅനീഹി, അവൻ ആവശ്യമുള്ളത് എന്തായി പോകും? നഷ്ടമായി പോകുന്ന. അപ്പം ആവശ്യമില്ലാത്തതെന്താ? ആവശ്യമുള്ളതെന്താ? എന്തിനാണ് ത്വരീഖത്ത്? എന്തിനാണ് ശൈഖ്? എന്തിനാണ് ത്വരീഖത്തിൽ കൂടുന്നത്? എന്തിനാണ് ഒരു ശൈഖിനെ ബൈഅത്ത് ചെയ്ത് അവർക്ക് ശിഷ്യപ്പെടുന്നത്? എന്തിനു വേണ്ടിയാ? എന്തായിരിക്കണം നമ്മുടെ ലക്ഷ്യം? അള്ളാഹുവിനെ അറിയുന്നതിന് വേണ്ടിയിട്ടാണല്ലോ, അല്ലേ? ദാത്തുൽ അഹദിയ്യ, അഹദിയ്യത്ത്, അള്ളാഹുവിൻ്റെ സാമീപ്യം അള്ളാഹുവിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സാലിക്കിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ത്വരീഖത്തിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം, അവൻ്റെ മുഴു സമയ ചിന്തയും ഏതിലായിരിക്കണം? ഈ വിഷയത്തിലായിരിക്കണം. ഏത് വിഷയത്തിൽ? അള്ളാഹുവിലേക്ക് വഴി നടത്തുന്ന തൻ്റെ ഗുരുവിന് കീഴ്പ്പെടുക, ആ ഗുരുവിനോടുള്ള സ്നേഹം, ആ ഗുരുവിൻ്റെ ഓർമ്മ എപ്പോഴും നിലനിർത്തുക, ഗുരു കൽപ്പിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അല്പം പോലും തെറ്റാതെ ജീവിതത്തിൽ കൊണ്ടുവരിക. ഇതാണ് ഒരു തരീഖത്തുകാരൻ സാലിക്കിന് ആവശ്യമായ കാര്യം.
ഒരു മനുഷ്യന് തന്നെയും അപ്പോഴാണല്ലോ അള്ളാഹുവിലേക്ക് നമുക്ക് എത്താനും അള്ളാഹുവിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുവാനും സാധിക്കുക. കാരണം മഹാന്മാരായ മശായിഹമാർ എന്ന് പറയുന്നു ഹുമുൽ അദില്ലാഹിൽ അല്ലാഹി, അള്ളാഹുവിലേക്ക് വഴി നടത്തുന്ന ഗൈഡുകളാണ്, വഴികാട്ടികളാണ്, മാർഗദർശികളാണ്. മഹാന്മാരൊക്കെയും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ. ഗൗസുൽ തങ്ങളടക്കം, സുൽത്താൻ ആരിഫീൻ അഹ്മദ് കബീർ റിഫായി തങ്ങളടക്കം, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അടക്കം സർവ്വ മഹാരഥന്മാരും ആ വിഷയം അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതാണ്. അപ്പൊ ഇതല്ലാത്ത വേറൊരു കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ ചിന്ത, ഈ ഓർമ്മ നമുക്ക് നിലനിർത്തുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായ. അതല്ലാത്തതൊക്കെയും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ സുൽത്താൻ ആരിഫീൻ ശൈഖ് അഹ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ഉറൂസ് അനുബന്ധിച്ച് നമ്മളിങ്ങനെ അവരെ സ്മരിച്ചുകൊണ്ട് കഴിയുമ്പോൾ അവർ നമുക്ക് ദർശനം ചെയ്ത കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് മഹാൻ പറഞ്ഞത്, മനിസ്തഗല ബിമാ ലാ യഅനിഹി, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒരുത്തൻ വ്യാപൃതനായാൽ അവൻ ആവശ്യം പോലെ നഷ്ടപ്പെടും. അത് നമുക്കൊന്ന് ആലോചിച്ചാൽ നമ്മുടെ ഇത്രയും കാലത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളിലും ജോലികളിലും തൊഴിലുകളിലും ഏർപ്പെടാൻ പാടില്ല എന്നല്ല. അതൊക്കെ നമ്മൾ ചെയ്യണം. അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ ആവശ്യമുള്ള കാര്യത്തിലേക്ക് വരും. ആ രീതിക്കാണ് നമ്മൾ കാണുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ. ഇല്ലെങ്കിൽ അതുപോലെ ഒരു ഹദീസ് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു ഖുലാസത്തു തസാനീഫ് ഫി തസവ്വുഫ് എന്ന ഗ്രന്ഥത്തിന്റെ തുടക്കഭാഗത്തിൽ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അലാമത്തു ഇറാദുല്ലാഹി അനിൽ അബ്ദി ഇസ്തിഗാലുഹു ഫീമാ ലാ യഅനിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയെ തൊട്ട് പിന്തിരിഞ്ഞു കളഞ്ഞു എന്നതിന്റെ അടയാളം എന്താണ്? ഇസ്തിഗാലുഹു ഫീമാ ലാ യഅനിഹി, അവൻ ആവശ്യമില്ലാത്ത വ്യാപൃതനാകുക എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് അതിന് വെള്ളിയാഴ്ചരാവും തിങ്കളാഴ്ചരാവും റാത്തീബ് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇശായിഞ്ഞിട്ട്. ആ സമയത്തും വേറെ പണിയിലാണ്, അതും ചെയ്യൂല. അപ്പൊ എന്ത് മനസ്സിലാക്കുക? പഠിച്ചോന്റെ നോട്ടെല്ലാം അപ്പം മനസ്സിലാക്കിക്കൊള്ളുക, ശൈഖിന്റെ നോട്ടെല്ലാം എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പൊ ഉടനെ എന്ത് ചെയ്യുക? മനസ്സിലാക്കി പെട്ടെന്ന് അതിലേക്ക് എന്ത് ചെയ്യുക? മുന്നിടുക, ചെയ്യുക. അതാണ് വേണ്ടത്. അപ്പോൾ അലാമത്ത് ഇറാദില്ല ഇസ്തിഗാലു ഫീമാ ലാ യഅനി, ആവശ്യമില്ലാത്തതിൽ ഏർപ്പെടുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ്? ഒരു അബുദിനെ തൊട്ട് പിന്തിരിഞ്ഞു എന്നതിന്റെ അടയാളമാണ്. അതാണ് സുൽത്താൻ ആരിഫീൻ തങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. മനിസ്തഗല ബിമാ ലാ യഅനിഹി ഫഇന്നഹു ഫാതഹു മാ യഅനിഹി, ആവശ്യമില്ലാത്തതിൽ ഇടപെട്ട് ജോലിയായാൽ, വ്യാപൃതനായാൽ അവൻ ആവശ്യമുള്ളത് എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു. നമുക്ക് ആവശ്യമുള്ളത് എന്താ? ഇഖ്ലാസാണ്, അല്ലാഹുവാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവരോട് കൽപ്പിക്കപ്പെട്ട് നിഷ്കളങ്കമായ ആരാധനയാണ്. അള്ളാഹുവിനെ മാത്രം ലക്ഷ്യമാക്കിയിട്ട് ആരാധിക്കുക, ജീവിക്കുക എന്നുള്ളതാണ് കൽപ്പന, അള്ളാഹിന്റെ കൽപ്പന. അതാണ് നമുക്ക് ആവശ്യം. നമുക്ക് ആയുസ്സും ഓക്സിജനും വായുവും വെള്ളവും ഭക്ഷണവും എല്ലാം നൽകുന്ന അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കലാണല്ലോ മനുഷ്യൻ അള്ളാഹിന്റെ യഥാർത്ഥ അടിമക്ക് അഭികാമ്യമായതും അത്യന്താപേക്ഷിതമായതും. അപ്പൊ ഈ ആവശ്യം നിറവേറ്റുന്ന വഴിയാണ്, ഈ ആവശ്യം ശരിയായ നിലക്ക് നമ്മിൽ അനുഭവിപ്പിക്കുന്ന, എത്തിച്ചു തരുന്ന മാർഗമാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. അതൊരു ശൈഖിലൂടെയാണ് നടക്കുന്നത്. അപ്പൊ ആ നിലയ്ക്ക് വരുമ്പോ ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സാലിക്കിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ ശൈഖിന് സമ്പൂർണമായി സമർപ്പണം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായ കാര്യം. ആ ഗുരുവിന്റെ കൽപ്പനകളും അനുസരിക്കുക, ഗുരുവിനോടുള്ള അദബുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശരിയായ നിലക്ക് തന്നെ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി ജീവിതം ചിട്ടപ്പെടുത്തുക. അതാണ് ആവശ്യമായത്. അതല്ലാത്തതൊക്കെ ആവശ്യമില്ലാത്തതാണ്. അങ്ങനെ ആവശ്യമില്ലാത്തതിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ റൂട്ടുകളും നമ്മുടെ വഴികളും എല്ലാം തെറ്റിയിട്ട് എന്ത് ചെയ്യും? പാളം തെറ്റിപ്പോവും. പാളം തെറ്റുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് വീഴ്ച സംഭവിക്കും, അപകടങ്ങൾ സംഭവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോ അതാണ്. പിന്നെ നോക്ക്, മഹാനായ സുൽത്താൻ ആരിഫീൻ തങ്ങളുടെ ഒരു അവസ്ഥ വസരത്ത് പറയുന്നു. മഹാനവറുകള് കുടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കുറച്ച് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതാണ് ബാങ്കിന്റെ വിളി. ബാങ്ക് വിളി കേട്ടു. ബാങ്ക് വിളി കേട്ടപ്പോ മഹാൻ പറഞ്ഞു, ഹളറ ഹഖുൽ ഹഖി വബതല ഹഖുൻ നഫ്സി. എന്താണ് പറഞ്ഞത്?
ഹക്കിന്റെ ബാധ്യത ഇവിടെ വന്നു കഴിഞ്ഞു. സന്നിഹിതമായി നഫ്സിന്റെ ബാധ്യത ബാത്തിലായി. സ്വന്തത്തിന്റെ ബാധ്യത എന്തായി? നഫ്സിന്റെ ബാധ്യതയാണ് വെള്ളം. ദാഹിച്ചപ്പോൾ വെച്ചിട്ട് വെള്ളം കുടിക്കാൻ, അപ്പൊ വാങ്ങ് കുടിച്ചു. പിന്നീട് വെള്ളം കുടിക്കാൻ നിന്നില്ല എന്നാ മഹാൻ. മനസ്സിലായ? വെള്ളം കുടിക്കാൻ നിന്നിട്ടില്ല. കാരണം അത് നഫ്സിന്റെ തന്റെ ആവശ്യമാണ്, തന്റെ ബാധ്യതയാണ്. പക്ഷെ ഹക്കിന്റെ ബാധ്യതയ്ക്ക് മുമ്പിൽ പിന്നെ തന്റെ ബാധ്യത എന്നല്ല, ഒന്നുമല്ല, ആ നിലക്കായിരിക്കണം. അത് ഹക്ക് സുബ്ഹാനഹു വ തആലയെ വേണ്ട വിധം മനസ്സിലാക്കുകയും അറിയുകയും അള്ളാഹുവിനെ കീഴ്പ്പെടുകയും ചെയ്തതുകൊണ്ടാണ് മഹാനവറുകൾക്ക് അങ്ങനെ സാധിച്ചത്. നമുക്ക് പെട്ടെന്ന് സാധിച്ചോളണമെന്നില്ല. സാധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അംബിയ മുർസലുകളെയും മഹാന്മാരായ മശായിഖ്മാരെയൊക്കെ ലോകത്തേക്ക് നിയോഗിച്ചത്. ആ കവാടത്തിലൂടെ, ആ വഴിയിലൂടെ നമ്മൾ പോകണം. അപ്പൊ അദബിലൊക്കെ കാണാല്ലേ, ശൈഖ് ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തോളണം? ഫൽയുബാദിർ ഇലാ ഇംതിസാലി അംരിഹി നവാമിരിഹി എന്നൊക്കെ കാണാം. ശൈഖിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലേക്ക് അവൻ ധൃതി കാണിക്കട്ടെന്ന്, പെട്ടെന്ന് ചെയ്തിട്ട് തൻ്റെ ആവശ്യവും തൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യുക? ഒഴിവാക്കി വെക്കുക. തൻ്റെ ആത്മീയ ഗുരു, തൻ്റെ എല്ലാമായ അള്ളാഹുവിലേക്ക് തൻ്റെ ഹൃദയത്തെ വഴി നടത്തുന്ന ആ ഗുരുവിൻ്റെ കൽപ്പനകൾക്ക് എന്ത് ചെയ്യുക? അനുസരിക്കുക. അതിനൊക്കെ എന്ത് ചെയ്യുക? അത് അടുപ്പിൽ ചാടാൻ പറഞ്ഞാലും ചാടിക്കോണമെന്നാണ്. മനസ്സിലായില്ലേ? അതൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എന്ന് ഓർക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് പറഞ്ഞെന്ന് മാത്രം. അതുപോലെ നോക്കൂ, സുൽത്താൻ ആരിഫീൻ മഹാനവറുകളെ സംബന്ധിച്ച് ഒരു സംഭവം പറയുന്നു. ഒരു ഫക്കീറായ ആള്, അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് മഹാനായ അഹ്മദ് കബീർ റിഫായി തങ്ങളെ വിരുന്ന് സൽക്കാരത്തിന് വേണ്ടിയിട്ട് വിളിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹം അയാളുടെ വീട്ടിലേക്ക് ചെന്നു. ആ വീട്ടിലാണെങ്കിൽ ഇവർക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന റിഫായി ശൈഖ് തങ്ങളൊന്നും കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന തരത്തിലൊരു ഭക്ഷണമൊന്നും അവിടെ ഇല്ല. ഒന്നും കാണുന്നില്ല, ഒന്നുമില്ല. ചെന്ന് വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. ചെന്നപ്പോ സംഗതി പരിതാപകര. അപ്പൊ ചെന്ന കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറ്റിയ? എന്തിനാ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? തങ്ങളെ റിഫായി തങ്ങളെ ഞങ്ങളൊക്കെ എന്തിനു വേണ്ടി വിളിച്ചു വരുത്തിയതാ? നിങ്ങളുടെ വീട് കാണാൻ വിളിച്ചു വരുത്തിയതാ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഫയ്യു ചെയ്യും മഖ്സൂദ് കമ്മിൻ ഹലാല, ഞങ്ങളോട് കൊണ്ടുവരുന്നതിൻ്റെ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ആ ഫക്കീർ പാവപ്പെട്ടവൻ പറഞ്ഞു, അത് നിങ്ങളെ കൂടെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, അത് നിങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വന്നാൽ അതിൻ്റെ ഒരു ബർക്കത്ത് ഉണ്ടാവുമല്ലോ. നിങ്ങൾ ചില്ലറക്കാരല്ല, നമുക്കറിയാം. അപ്പൊ ആ ബർക്കത്തോട് ഞങ്ങൾക്ക് എന്തെങ്കിലും എന്ത് ചെയ്യണം? അതാ നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? നട്ട് പൊട്ടിക്കൽ കൊടുത്തിട്ടാണെന്ന് പോലും അപ്പൊ തന്നെ അല്ലേ. അതാണ് മഹാനവറുകളെ പറ്റി നേരത്തെ പറയുന്നത്. ഇത്രത്തോളം ഉന്നതമായ അവസ്ഥയിൽ എത്തിയെങ്കിലും മഹാനവറുകൾ എന്തായിരുന്നു? അങ്ങേയറ്റം വിനയത്തിന്റെ കേദാരമായിരുന്നു, നിറകുടമായിരുന്നു. അപ്പൊ മഹാനായ ശൈഖ് റിഫായി തങ്ങൾ എന്ത് ചെയ്താൽ അംഗീകരിച്ചു. അപ്പോൾ പറഞ്ഞെന്ത് ചെയ്തു? ശരിയാക്കി അംഗീകരിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു? പതുക്കെ അവിടെ നിന്ന് പോന്നു. റിഫായി ശൈഖും കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പോന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അതിനുശേഷം ആ മനുഷ്യന് ഒരുപാട് നന്മകൾ എന്ത് ചെയ്യുന്ന, ആ വീട്ടുകാരനായ ഫക്കീറിന് ഒരുപാട് നന്മകൾ ചൊരിഞ്ഞു കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പൊ ഇവിടെ മഹാന്മാരെ വേണ്ട വിധത്തിൽ പരിഗണിച്ചാൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു ഗുണം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ്. അപ്പൊ ഇങ്ങനെ പലവിധ ഗുണങ്ങളുമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണഗതിയിൽ പൊതുവെ നാം എന്താണ് ചെയ്യുന്നത്? നമുക്ക് ഇതുപോലെയുള്ള ഭൗതികമായ ചില ഗുണങ്ങളൊക്കെ നമുക്ക് എന്താണ്, നമ്മുടെ നോട്ടം അവിടെയാണ് അല്ലേ? നോക്കണ്ടെന്നല്ല, ഒക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഏത് പാടില്ല, മറ്റത് വിട്ടുപോകാൻ പാടില്ല. നമ്മുടെ മെയിൻ അജണ്ട എന്ത് ചെയ്യാൻ പാടില്ല? വിട്ടുപോകാൻ പാടില്ല. ജീവിതമാകുമ്പോൾ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സംഗതികളൊക്കെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് അതിനു വേണ്ടി അത് നീക്കം ചെയ്യുക, അത് മാറിക്കിട്ടുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തിൽ എന്ത് ചെയ്യുക? ഈ വഴിയിൽ നിൽക്കുക, അല്ലെങ്കിൽ ഒരു ആത്മീയ ഗുരുവായ ശൈഖിനോടൊപ്പം നിൽക്കുക എന്നുള്ള നില ശരിയല്ല. അപ്പോൾ നമ്മൾ മറ്റേതെന്ത് ചെയ്യും? പ്രധാനപ്പെട്ട സംഗതി പോകും. നമ്മളുടെ ഏതെങ്കിലും ഒരു നടപടി മോശം കൊണ്ടോ അല്ലെങ്കിൽ മോശമായ പ്രവൃത്തി കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഈ ലോകത്ത് വരുന്ന എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങനെ തന്നെയാണ് കൂടുതലും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ചോദിക്കാം, അങ്ങനെ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാർക്കൊക്കെ ഇടങ്ങേറുന്നുണ്ട്, അവരൊക്കെ ഇപ്പൊ ഇങ്ങനെ മോശമായ കാര്യം ചെയ്തിട്ടാണോ എന്ന് ചോദിക്കും. അത് വേറെ ലെവലാണ്.
അത് വിഷയം വേറെയാണ്. അമ്പിയാക്കന്മാർ ഒരുപാട് ത്യാഗങ്ങൾ ഏറ്റ ആൾക്കാരുണ്ട്, ശത്രുക്കളിലൂടെയും ശാരീരിക ബുദ്ധിമുട്ടിലൂടെയും എന്നുകൊണ്ട് പലവിധ വിഷയങ്ങളിലും ഇല്ല. ഭാര്യമാരെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരില്ല. ലൂത്ത് നബിയുടെ ഭാര്യയൊക്കെ പോയില്ലേ ആപൽഘട്ടത്തിൽ. അതുപോലെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് എന്ത് ചെയ്യുക, അവന് കൂടുതൽ ഇഷ്ടമുള്ളവരെ എന്ത് ചെയ്യും, ഒന്നുകൂടെ പരീക്ഷിച്ച് ഒന്നുകൂടെ ഒരുക്കിയെടുക്കുന്ന ഒരു നില അങ്ങനെ ഉണ്ട്. പക്ഷേ പൊതുവെ സാധാരണഗതിയിൽ പറയുമ്പോൾ മഹാന്മാർ പറയുന്നുണ്ട്, മാ അഹ്ലക്കല്ലാഹു ഖൗമൻ വഅദ്ദബഹും ഇല്ലാ ബിതളീഇ ശറാഇ ഔ ഇൻകാരിൽ ഹഖായിഖ്. മഹാന്മാരോട് കൂടി ശരിയായതിലേക്ക് പോകുന്നതിൻ്റെ ഗുണം മനസ്സിലാക്കണം നമ്മൾ. അള്ളാഹു ഒരു ജനതയെയും ഇവിടെ നശിപ്പിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തിട്ടില്ല അവൻ്റെ നിയമങ്ങൾ പാഴാക്കിയിട്ടോ യാഥാർത്ഥ്യങ്ങളെ നിഷേധിച്ചതോ കാരണമല്ലാതെ. ഒന്നെങ്കിൽ ബാഹ്യമായ നടപടിക്രമങ്ങൾ നിയമങ്ങളെ കാറ്റിപ്പുറത്തിയിട്ടുണ്ടാവും, പാഴാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളെ നിഷേധിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരാണ് അള്ളാഹു എന്തായിട്ടുള്ളൂ ശിക്ഷിച്ചിട്ടുള്ളൂ, നശിപ്പിച്ചിട്ടുള്ളൂ. മറ്റതൊക്കെ ഔലിയാക്കന്മാർക്കും അമ്പിയാക്കന്മാർക്കും ശിക്ഷയോ അല്ലെങ്കിൽ നാശമോ അല്ലാതെ അവരെ പരീക്ഷിക്കുന്നതാണ്, കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി. സത്യവിശ്വാസികൾ അങ്ങനെ തന്നെയാണല്ലോ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം എപ്പോഴും സുഖലോലുപതയിലൊന്നും ആവില്ല ബാഹ്യമായിട്ട്. പക്ഷെ അവൻ്റെ ഹൃദയം എന്തായിരിക്കും, എപ്പോഴും സന്തുഷ്ടിയിലായിരിക്കും. കാരണം അവന് ഉറപ്പുണ്ട്, ഇവിടെ നമ്മളിപ്പോൾ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഇല്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതല്ലാതെ ഇവിടെ നടക്കൂല. അള്ളാഹു എനിക്ക് എന്തെങ്കിലും തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ലോകം മൊത്തവും ഇടഞ്ഞു നിന്നാലും എനിക്കത് കിട്ടും. ഇനി അള്ളാഹ് എനിക്കെന്ത് തരാതെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലോ ലോകം മൊത്തം ഒരുമിച്ച് കൂടിയാൽ എനിക്കിത് കിട്ടൂല. അതാണ് അവൻ്റെ ഉറപ്പ്. അപ്പം അതുകൊണ്ട് അവൻ്റെ ഹൃദയത്തിന് ഒരിക്കലും ചാഞ്ചല്യം ഉണ്ടാവില്ല. ഹൃദയം എപ്പോഴും സന്തുഷ്ടമായിരിക്കും. പുറമേലിപ്പോൾ ആഹാവും എന്നൊക്കെ പറയുകയോ കേൾപ്പിക്കുകയോ കാണിക്കുകയോ ചെയ്യുമായിരിക്കും, പക്ഷേ ഉള്ള് അപ്പോഴും ഉറച്ചിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, അതേ സമയത്ത് ഫമൻ ഖാമ ബിഹിമ മഅൻ കാന മസ്ഹൂബൻ ബിസ്സലാമ മൗസൂഫൻ ബിൽ കറാമത്തി ഫിദ്ദാറൈൻ. കണ്ടോ, അതുകൊണ്ട് ഇത് രണ്ടും ശരീഅത്തും ബാഹ്യമായ കാര്യങ്ങളും യാഥാർത്ഥ്യമായ ആന്തരികമായ കാര്യങ്ങളും രണ്ടും കൊണ്ട് ഒപ്പം നിലനിൽക്കുന്ന ആള് കാന മസ്ഹൂബൻ ബിസ്സലാമ, അവൻ രക്ഷയുള്ളവനായിരിക്കും. അവൻ എപ്പോഴും അവനോടൊപ്പം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, രക്ഷ ഉണ്ടാവും. സമാധാനം രക്ഷ എന്ന് പറയുമ്പോൾ പുറമെ കാണുന്നത് മാത്രം മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് അബദ്ധം പറ്റുന്നത്. എല്ലാ സമയത്തും എല്ലാ വക്തത്തിനും കൃത്യമായി പള്ളിയിൽ പോകുന്നതാണ് ആചാര്യ. ആളാണെങ്കിൽ കൃത്യമായിട്ട് നല്ല ഹജ്ജൊക്കെ ചെയ്ത ആളാണ്, സമൂഹത്തിൽ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾക്ക് ജീവിതത്തിൽ സുഖമല്ല, ഒന്നല്ലെങ്കിൽ സുഖമാണ്, രോഗം മാറിയിട്ട് നേരമില്ല. അപ്പോൾ നമുക്ക് തോന്നുന്ന ആളുടെ കാര്യം കട്ടപ്പോയാണ്. അല്ല, അയാൾ ശരിയായ നിലക്ക് രണ്ടും ഉൾക്കൊണ്ട ആളാണെങ്കിൽ അയാൾക്ക് സമാധാനമുണ്ട്, അയാളുടെ ഹൃദയത്തിന് സമാധാനമുണ്ട്. മനസ്സിലായല്ലേ? അയാളിവിടെ എന്താ കാണുന്നത്, ഹക്കിൻ്റെ ഒരു ഭാഗം ജലാലിയത്താണ്, ഒരു ഭാഗം ജമാലിയത്തായിട്ട് കാണുന്നു, അനുഭവിക്കുകയാണ്. ആ അനുഭവത്തിൽ പിന്നെ എന്തില്ല, അള്ളാഹ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അവൻ്റെ ഹൃദയത്തിന് ആനന്ദമല്ലാതെ ഹൃദയത്തിനൊരു വിഷമേൽക്കില്ല. അണക്കാണ് മസ്ഹൂബൻ ബിസ്സലാമ. അതുപോലെ ഇരു വീട്ടിലും ഇരു ലോകത്തും അള്ളാഹു അവന് വളരെ ആദരവ് നൽകുന്നു. അതേസമയത്ത് അപ്പോൾ കൊറോണയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ മതി, എന്താണ് ഈ കൊറോണയുടെ പിന്നിലുള്ള കാര്യങ്ങൾ. കൊറോണ മാത്രമല്ല, നമ്മൾക്ക് വ്യക്തിപരമായിട്ടുള്ള അസുഖങ്ങൾ, ചെറിയ അസുഖങ്ങളാണെങ്കിലും വലിയ അസുഖങ്ങളാണെങ്കിലും കുടുംബത്തിലുള്ള രോഗങ്ങളാണെങ്കിലും സാമ്പത്തിക പരാധീനതകളാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും ഒരു പുനഃപരിശോധന, ഒരു പുനർവിചിന്തനം അതിന് പറ്റൂ. കണ്ട, അത് രണ്ടും പാഴാക്കി. അവന് ശരീഅത്തും ഇല്ല, ഹക്കീക്കത്തും ഇല്ല, രണ്ടുമില്ല. രണ്ട് സംഗതി ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ രണ്ടാളും ഒന്നും ചെയ്തു പാഴാക്കി കളഞ്ഞു. ഒന്നെങ്കിൽ ബാഹ്യമായ കാര്യങ്ങൾ ഒക്കെയാണ്, പക്ഷെ ആ ഹക്കീക്കത്തില്ല. ഹക്കീക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ നിക്കരിച്ച് അല്ലെങ്കിൽ ഞാൻ കുറച്ച് കർമ്മങ്ങളും ചെയ്താൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും, എന്നാൽ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ എന്നുള്ള ആ മൽപ്പിടുത്തമുണ്ടല്ല, മസിൽപിടുത്തം, അത് ഹക്കീക്കത്തില്ല. അല്ലെങ്കിൽ ഹക്കീക്കത്തുണ്ട്, മറ്റതില്ല. അതിപ്പോൾ പഠിച്ചോൻ തീരുമാനിച്ചാൽ നടക്കൂല. ഇപ്പം നമ്മൾ നിക്കരിച്ചിട്ട് നോമ്പ് പിടിച്ചിട്ട് കാണണം, നിക്കരിച്ചാലും ഇല്ലെങ്കിലും പഠിച്ചോ നമ്മളെ നരകത്തിലേക്കാണെങ്കിൽ നരകത്തിൽ നിക്കരിച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞാൽ നിക്കരിക്കാൻ നടക്കും. ബാഹ്യമായ കർമ്മങ്ങൾ ഹക്കീക്കത്തുണ്ട്, ശരീരത്തില്ല. രണ്ടും വേണമല്ലോ. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, എന്തെന്നാ പറഞ്ഞത്, ശരീഅത്തുൻ ബില ഹക്കീക്കത്തിൻ ആത്തിലത്തുൻ ഹക്കീക്കത്തുൻ ബില ശരീഅത്തിൻ ബാത്തിലത്തുൻ. ശരീഅത്തില്ലാത്ത ഹക്കീക്കത്ത് ബാത്തിലും, ഹക്കീക്കത്തില്ലാത്ത ശരീഅത്ത് ആത്തിലാണ്. ആത്തിൽ എന്ന് പറഞ്ഞാൽ ഉള്ളതും ഇല്ലാത്ത ഒരുപോലെയാണ്.
ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ രണ്ടും ഒരുമിച്ച് കൂട്ടണം. അപ്പൊ രണ്ടാലൊന്ന്, അത് രണ്ടും പാഴാക്കിയാലും രണ്ടാലൊന്ന് പാഴാക്കിയാൽ അവരെന്ത് ചെയ്യും? ഇരു ലോകത്തും അവന് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വന്നു ചേരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും വന്നാൽ പിന്നെ അവന്റെ ആ വീഴ്ച അവൻ എന്ത് ചെയ്യണം? സമ്മതിച്ചു കൊടുത്തേക്കണം. സമ്മതിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റിയ സമയമാണെങ്കിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം അവിടെ. അല്ലാതെ കാലടറിയിട്ട് പിന്നെ ഖേദം പ്രയോജനം ചെയ്യാത്ത സമയത്ത് ഖേദിച്ചുകൊണ്ട് കാര്യമില്ല. സമയമുള്ള റൂഹ തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറുന്ന് അസ്തമിക്കുന്നതിന് മുമ്പായിട്ട്, തൊണ്ടക്കുഴിയിൽ എത്തുന്ന ജസ്റ്റ് മുമ്പാണെങ്കിലും മതി. അള്ളാഹിലേക്ക് എന്ത് ചെയ്യുക? പൂർണ്ണമായി നിഷ്കളങ്കമായി പശ്ചാത്തപിച്ച് മടങ്ങുക. നസൂഹായ തൗബ ചെയ്യണമെന്നാണ് അല്ലേ? തൗബത്തൻ നസൂഹ എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. നസൂഹായ പശ്ചാത്താപമായിരിക്കും. നസൂഹായ പശ്ചാത്താപം ആത്മാർത്ഥമായ പശ്ചാത്താപം, നിഷ്കളങ്കമായ പശ്ചാത്താപം. അതെന്താണെന്ന് മഹാന്മാർ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എന്താ അത്? ബാഹ്യമായ തെറ്റുകുറ്റങ്ങളിൽ നിന്നും വേണം, ആന്തരികമായ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങണം. ബാഹ്യകാലത്തിൽ മാത്രമല്ല ദോഷങ്ങൾ നമ്മൾ ചെയ്യുക, ഹൃദയകമായ ദോഷങ്ങളുണ്ട് പലതും. അതിൽ നിന്നും രണ്ടിൽ നിന്നും പശ്ചാത്തപിക്കുമ്പോഴേ നസൂഹായ തൗബയാവുള്ളൂ. ആ തൗബ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? പെട്ടെന്ന് എന്ത് ചെയ്തോ? അള്ളാഹിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കോ. മനോവ്യഥയോടുകൂടെ, ഹൃദയവേദനയോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മതം മുറുകെ പിടിക്കുക, അള്ളാഹുവിന്റെ മഅരിഫത്തിനെ ആർജിച്ചെടുക്കുകയും ചെയ്യുക. അതുപോലെ പിന്നെന്ത് ചെയ്യണം? മഹാന്മാരായ സ്വാലിഹീങ്ങളോടും ഉന്നതന്മാരായ ആരിഫീങ്ങളോടും സഹവസിക്കുക. ഖബ്ല അൻ തസീറ ഇലാ ഖബ്രിക, മണ്ണിന്റെ അടിയിലേക്ക് പോണതിന് മുമ്പ്, മണ്ണിക്കൊണ്ടേ കുഴിച്ചിടുന്നതിന് മുമ്പ് എന്ത് ചെയ്തോ? നീ പശ്ചാത്തപിച്ച് മടങ്ങി മഹാരഥന്മാരായ ആരിഫീങ്ങളോടും സ്വാലിഹീങ്ങളോടും സഹവസിച്ചോന്നാ പറഞ്ഞത് മഹാന്മാര്. അപ്പൊ രക്ഷപ്പെടാൻ, വിജയിക്കാനുള്ള മാർഗം ഏതാണ്? മഹാരഥന്മാരോടുള്ള സഹവാസമാണ്. മനസ്സിലായോ? മഹാരഥന്മാരോടുള്ള സഹവാസം അല്ല ഗൗസുല്ലാഹി തങ്ങളൊക്കെ പറഞ്ഞത്. എന്തെന്ന്? വലാബുദ്ദലി കുല്ലി മുരീദിൻ ലില്ലാഹി മിൻ ശൈഖിൻ, അള്ളാഹിനെ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ശൈഖ് അത്യാവശ്യമാണ്. അവർ അള്ളാഹുവിലേക്കുള്ള വാതിലുകളാണ്, അള്ളാഹുവിനെ അറിയിച്ചു തരുന്നവരാണ്. അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഖിയാമത്ത് നാൾ വരെ തുടരുന്ന ഒരു പ്രക്രിയയാണ്, സംവിധാനമാണ്. ശൈഖും മുരീദും സാഹിബും മസ്ഊമും താബിയും മസ്ഊമും എന്നൊക്കെ ഉന്നത താലിബീനിലൊക്കെ നോക്കിയാൽ കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ചെയ്യേണ്ട പരിപാടി അതാണ്. എന്ത് ചെയ്യുക? മഹാരഥന്മാരോടൊപ്പം സഹവസിക്കുക. നോക്കൂ, മഹാനായ ബിശ്ർ ഇബ്നുൽ ഹാഫി റളിയല്ലാഹു അൻഹു എന്നൊരു മഹാനുണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ അബൂ ഹാത്തം എന്നവരെ തൊട്ട് എന്ത് ചെയ്യാണ്? ഉദ്ധരിക്കുന്നു. നോക്കൂ, അദ്ദേഹം പറയുന്നു, ഞാൻ ബിശ്ർ ഇബ്നുൽ ഹാരിസ് അൽ ഹാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. ഇതോടെ പറഞ്ഞ് നിർത്തിയേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. അന്ന് നബി തങ്ങൾ എന്നോട് ചോദിക്കുക, യാ ബിശ്ർ, ഓ ബിശ്ർ, തദ്രി ലിമ റഫഅകല്ലാഹ് മിൻ ബൈനി അഖ്റാനിക, നിന്റെ സമകാലികരെക്കാൾ നിന്നെ അള്ളാഹു ഇത്ര ഉയർത്താനുള്ള കാരണം എന്താണെന്ന് അറിയോ എന്ന് ചോദിച്ചപ്പോ ബിശ്ർ ഇബ്നുൽ ഹാരിസ് അൽ ഹാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞെന്താ? ഖാല ബിത്തിബാഇക സുന്നത്തി, എൻ്റെ ചര്യ നടപടി നീ പിൻപറ്റിയിട്ടുണ്ട്. കുല്ലിൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി എന്നല്ല ഖുർആൻ പറഞ്ഞു. അപ്പൊ എൻ്റെ നടപടിക്രമങ്ങൾ, എൻ്റെ ചര്യ നീ പിൻപറ്റി. ഒരു കാരണം അതാണ്. വഖിദ്മതിക ലിസ്സാലിഹീൻ, പിന്നെയോ സജ്ജനങ്ങളായ ആളുകൾക്ക് നീ എന്താക്കിയിട്ടുണ്ട്? അവർക്ക് സേവനം ചെയ്തിട്ടുണ്ട്. കണ്ടോ? മഹാന്മാരോടൊപ്പം കൂടിയിട്ടുണ്ട്, അവർക്ക് സേവനം ചെയ്തിട്ടുണ്ട്. നിന്റെ സഹോദരന്മാർക്ക് നീ ഗുണകാംക്ഷ നടത്തിയിട്ടുണ്ട്, ഗുണകാംക്ഷയായിരുന്നു, നന്മ ഉപദേശിച്ചിട്ടുണ്ട്. എൻ്റെ അസ്ഹാബിനോട് നീ സ്നേഹം വെച്ചിട്ടുണ്ട്, എൻ്റെ അഹ്ലു ബൈത്തിനോട് നീ സ്നേഹം വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് നിന്നെ എന്ത് ചെയ്ത് ഇത്തരം ഒരു ഉന്നതമായ സ്ഥാനത്തേക്ക് നിന്നെ എത്തിച്ചത് എന്നാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഏത്? സ്വാലിഹ്യങ്ങളായ മഹാന്മാർക്ക് സേവനം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ സേവനം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എന്ത് ചെയ്യും? അവന്റെ ഹദറത്തിലേക്ക്, ഉന്നതിയിലേക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അതുപോലെ മറ്റൊരു സംഭവം കാണാം. ബിലാൽ ഹവ്വാസ് എന്ന് പറയുന്ന മഹാൻ ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ബനൂ ഇസ്രായേലിന്റെ സ്ഥലത്തായിരുന്നു, ഒരു നാട്ടിലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരാൾ എന്നോടൊപ്പം ഇങ്ങനെ നടക്കുന്നുണ്ട്.
ഒരു മനുഷ്യൻ എന്നോടൊപ്പം അങ്ങനെ നടക്കപ്പോൾ ഞാനങ്ങനെ അത്ഭുതപ്പെട്ടു, ഇയാൾക്ക് പെട്ടെന്ന് എവിടെ നിന്ന് വന്നു? അപ്പോൾ എനിക്ക് തോന്നിയത് ഖിളറായിരിക്കും, ഖിളർ അലൈഹി സ്വലാം ആയിരിക്കും എന്ന് തോന്നി. അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യമാണ്. ഹക്കിനെ മുൻനിർത്തി, അള്ളാഹിനെ മുൻനിർത്തിയും ചോദിക്കുന്നത് നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അഹൂക്കൽ ഖദർ, സഹോദരൻ ഖദറാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചോദിക്കാൻ പറയാം, എന്താന്ന് ചോദിച്ചു. അങ്ങനെ ഇദ്ദേഹം ചോദിക്കണം, തഖൂലു ഫി ശാഫിഈ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്ത് പറയുന്നു? അപ്പോൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് ഖദർ അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കുകയാണ്, ഹുവ മിനൽ ഔതാദ്, അത് ഔലിയാക്കന്മാരുടെ കാറ്റഗറിയിൽപ്പെട്ടൊരു വിഭാഗമാണ് ഔതാദ്. ഔതാദുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. കേവലം കർമ്മശാസ്ത്രം മാത്രമല്ല മഹാനവർക്ക് ഉണ്ടായിരുന്നത്, മനസ്സിലായില്ലേ? ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ. അപ്പോൾ പിന്നെ ഇയാൾ പറയണ, ഞാൻ ചോദിച്ചു, എന്നാൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുന്നു, ഖാല റജുലുൻ സിദ്ദീഖുൻ, അദ്ദേഹം സിദ്ദീഖിയത്ത് എത്തിച്ച ആളാണ്, സിദ്ദീഖായ ആളാണ്. അപ്പൊ അവരും ഈ വഴിയിലൂടെ വന്ന ആളാണ്. പിന്നെ ഞാൻ ചോദിച്ചു, തഖൂലു ഫീ ബിശ്ർ ഇബ്നുൽ ഹാരിസ് അൽ ഹാഫി, അവൻ പറഞ്ഞു, ആരാണത്? ലം യുഖ്ലഖ് ബഅദുഹും മിസ്ലുഹു, അദ്ദേഹത്തെ പോലെ ഒരാളെ എന്തായിട്ടില്ല, ശേഷം എത്തിച്ചിട്ടില്ല. അത്രയ്ക്ക് ഉയർന്ന ഒരു സ്ഥാനം എത്തിയ ആളാണ്. അപ്പൊ ആ സ്ഥാനം എത്തിയത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുത്തത്. സാലിഹ്യങ്ങൾക്ക്, നല്ലതായ ആളുകൾക്ക് സേവനം അനുഷ്ഠിക്കുന്നത് ഉൾപ്പെടെ, നബിതങ്ങളുടെ ചര്യയെ പിൻപറ്റുന്നത് ഉൾപ്പെടെ, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നത് ഉൾപ്പെടെയുള്ള ആ കാര്യങ്ങളിലൂടെയാണ് മഹാനവരുടെ സ്ഥാനത്തെത്തിയെന്ന്. പിന്നെ ഈ ബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഈ വഴിയിലേക്ക് വരുന്നതിനൊരു കാരണം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു കടലാസ് കഷ്ണം കണ്ടു, ഒരു പേപ്പർ, അതിൽ അള്ളാന്റെ പേര് എഴുതിയിട്ടുണ്ട്. മക്തൂബം ഫിയാ ഇസ്മുല്ലാ, അള്ളാന്റെ പേര് എഴുതി. ആളുകൾക്ക് ഇങ്ങനെ ചവിട്ടിയിട്ട് പോയേക്കാണ്. ഇത് കണ്ടപാട് ഇയാൾ അന്ന് ബിശ്ർ ഇബ്നുൽ ഹാരിസ് അന്ന് അത്ര വലിയ കാര്യപ്പെട്ട ആളോ അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് വന്നിട്ടുള്ള ആളൊന്നുമല്ല, ഇങ്ങനെ നടക്കുന്ന ആളാണ്. അങ്ങനെ ഏതായാലും ഇത് കണ്ടപ്പോൾ അദ്ദേഹം ആ പേപ്പർ എടുത്തിട്ട്, കയ്യിൽ ഒരു ദീനാർ എന്തോ കുറഞ്ഞ പൈസ ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ട് നല്ല വില, നല്ലൊരു അസ്ത്ര വാങ്ങി, സുഗന്ധ ദ്രവ്യം വാങ്ങിയിട്ട് എന്ത് ചെയ്തു, ആ പേപ്പറിൽ പൂശി നല്ല നിലക്ക് എന്ത് ചെയ്തു, ഒരു ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചു. ആരും ചവിട്ടാത്ത നിലക്ക്, ആരും അതിനെ അപമാനപ്പെടുത്താത്ത നിലക്ക് എന്ത് ചെയ്തു, ഒരു മതിൽമേൽ ഒട്ടിച്ച് ശരിക്ക് വെച്ചു. അപ്പൊ അദ്ദേഹം സ്വപ്നത്തിൽ കാണുകയാണ്, ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയാം, യാ ബിശ്ർ, ഓ ബിശ്റേ, തയ്യബത്ത് ഇസ്മി, നീ എൻ്റെ ഇസ്മിനെ എന്ത് ചെയ്തു, പരിശുദ്ധമാക്കി, നന്നാക്കി, അതിൽ നീ സുഗന്ധമൊക്കെ പൂശി ഉഷാറാക്കി വെച്ചു. അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ പേര് ഞാൻ എന്താക്കും, പരിശുദ്ധമാക്കുന്നതാണ്, നന്നാക്കി തരുന്നതാണ്. അപ്പൊ നോക്ക്, നമ്മളൊക്കെ നിസ്സാരമായിട്ട് കാണുന്ന വിഷയങ്ങളൊക്കെയാണ് മഹാന്മാരെന്ത് ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെ ഉന്നതിയിലേക്ക് കൊണ്ടുവന്നതിന് കാരണമാക്കി എന്ത് ചെയ്തു, ഇവിടെ നടത്തിയിരിക്കുന്നത്. അള്ളാന്റെ പേര് ഇങ്ങനെ ഒരു ശരിയല്ലാത്ത രൂപത്തിൽ കണ്ടപ്പോൾ അടുത്ത് നന്നാക്കി വൃത്തിയാക്കി സുഗന്ധമൊക്കെ തേച്ചിട്ട് എന്ത് ചെയ്തു. അപ്പൊ ഇത്തരം മഹാന്മാരൊക്കെയും തന്നെ ഈ നിലയിലേക്ക് എത്തിയത് ഇങ്ങനെ ഓരോ കാരണങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും അതിനുശേഷം കാര്യങ്ങൾ ശരിയായ ദിശയിൽ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് വഴി നടത്തുന്ന ശരിയായ മഹാരഥന്മാരായ സ്വാലിഹ്യങ്ങളോടും ആരിഫീയങ്ങളോടുമൊക്കെ സഹവസിച്ചു കൊണ്ടിട്ടാണ് ഇങ്ങനെയുള്ള അള്ളാഹുവിലേക്ക് വഴി നടത്തുന്ന മഹാരഥന്മാര് ഖിയാമ നാൾ വരെ കാലാകാലം എന്ത് ചെയ്യും, ഈ ലോകത്ത് വന്നുപോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിങ്ങനെയുള്ള ആളുകളോട് നാം സഹവസിച്ച് അതിൻ്റെ ആദാബുകളും കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ ശരിയായ നിലക്ക് മനസ്സിലാക്കുവാനും അറിയുവാനും അവൻ്റെ തീരുമാനങ്ങളിൽ തൃപ്തിപ്പെടുവാനും സന്തോഷിക്കുവാനും ഒക്കെ സാധിക്കും. ഒരായത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കലുകൊണ്ട് മുഹമ്മദ് നബി തങ്ങളുടെ സമുദായത്തിന് അനുഗ്രഹം ചെയ്തുവെങ്കിൽ അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് അനുഗ്രഹം ചെയ്തു. മന്നല്ലാഹു തആല അലാ ഇബാദിഹി മിൻ ഹാദിഹിൽ ഉമ്മത്തി ഫീ കുല്ലി സമാൻ, എല്ലാ ഓരോ കാലഘട്ടത്തിലുമുള്ള ഈ സമുദായത്തിലെ അടിമകൾക്ക് അള്ളാഹു അനുഗ്രഹിച്ചു. എങ്ങനെ? തർബീയത്തിന്റെ മശായിഖന്മാരെ നിയോഗിക്കൽ കൊണ്ടിട്ടുണ്ട്. തർബീയത്തിന്റെ ശൈഖിനെ നിയോഗിക്കാന്നല്ല, മശായിഖന്മാർ. ബിബഅസി ശുയൂഖ് തർബീയത്തി എന്ന ഒരു കാലത്ത് തന്നെ ഒരുപാട് മശായിഖന്മാരുണ്ടാവും. അതാണ് പറഞ്ഞത്.
അവരെന്ത് ചെയ്യും? ജനങ്ങളെ അവരുടെ ആന്തരികവും ശാരീരികവുമായ അയ്ബുകളിൽ നിന്ന്, ന്യൂനതകളിൽ നിന്ന് പരിശുദ്ധമാക്കുകയും അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ ആ അനാദിയായ ഖുദ്റത്ത് അനുഭവിക്കുന്നതിലേക്ക് അവരെ അടുപ്പിക്കുകയും അതുപോലെ അവരെ ഉന്നതമായ സ്ഥാനത്തേക്ക് എന്ത് ചെയ്യും? എത്തിക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യും? എത്തിക്കും. അവരെ സംസ്കരിച്ചിട്ട് ആന്തരികമായ സംസ്കരണത്തിലൂടെ എല്ലാവിധ അഴുക്കുകളിൽ നിന്നും സ്ഫുടം ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന മഹാന്മാരായ തർബീയത്തിന്റെ മശായഹ്മാരെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സമുദായത്തെ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലായി? നമ്മുടെ ഹൃദയം ശുദ്ധമായി അള്ളാഹുവിനെ പ്രാപിക്കാൻ ഒരു തർബീയത്തിന്റെ ശൈഖ് അത്യാവശ്യമാണെന്നും അതിലൂടെ നാം മുന്നേറേണ്ടതുണ്ട് എന്നും ആ നിലയിലേക്ക് ജനങ്ങളെ വഴി നടത്തിയ മഹാരഥന്മാരിൽ പെട്ടവരാണ് ആര്? ശൈഖ് സുൽത്താൻ ആരിഫീൻ അസ്സയ്യിദ് അഹ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹു. അവിടെ നിന്ന് തരീഖത്ത് റിഫായിയ തരീഖത്ത് എന്ന പേരിൽ എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. റിഫായിയ തരീഖത്ത് അതിൻ്റെ പ്രതിനിധികൾ ഖലീഫമാര് ഖിയാമ നാൾ വരെ ഈ ലോകത്തുണ്ടാവുകയും നമ്മുടെ മഹദറത്തുൽ ഖാദിരിയ്യ വൽ റിഫായിയ്യ എന്ന മഹദറയാണ്. ഖാദിരിയത്ത് മാത്രമല്ല റിഫായിയ്യത്തും കൂടി ഉള്ളതായ മഹദറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മശായിഖ്മാർ ഇവിടെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉറൂസ് നടത്താൻ തീരുമാനിച്ച് നടത്തുന്നതും അവിടെ നിന്റെ സ്മരണയും ദർശനങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി വിജയത്തിലെത്തിക്കട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا وارحمنا ولوالدينا رب ارحمهما كما ربيانا صغارا. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.